നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ നല്ല അട ദോശ ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അടയ്ക്ക് വേണ്ടി ആദ്യം ഒരു ഗ്ലാസ് പച്ചരി, പിന്നെ ഇത് പൊന്നിപ്പുഴുക്കലാട്ടോ, ഇഡലിക്കൊക്കെ അരക്കില്ലേ ആ പൊന്നിപ്പുഴുക്കലാണ്, അതും കൂടി ചേർത്തു. പിന്നെ പരിപ്പുകളൊക്കെ 1/4 ഗ്ലാസ് വെച്ചാട്ടോ ചെയ്യണത്. ചെറുപരിപ്പ്, തുമരപ്പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന്. ഇനി ഇത് നന്നായിട്ട് കഴുകണം. 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു നല്ല വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു 3-4 മണിക്കൂർ കുതിർത്തി വയ്ക്കാം. ഇനി കായം വേണം. അപ്പോൾ കായം ഞാൻ കട്ട കായാണ് എടുത്തേക്കണത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇതും ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ചേർക്കുന്നത് 2 വറ്റൽമുളകും ഒരു 1/2 സ്പൂണോളം കുരുമുളകും. ഇതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് കുരുമുളകും വറ്റൽമുളകും മാത്രം ചേർത്ത് അരയ്ക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കണുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞു. 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞു. ഇനി ഇത് 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അധികം നൈസായിട്ട് അരയ്ക്കാതെ കുറച്ച് ഒന്ന് തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മിക്സിയുടെ ഈ കായത്തിൻ്റെ ആ വെള്ളമില്ലേ, അതും കൂടി ആ മിക്സിയിൽ ഒഴിച്ച് അതും കൂടി നമുക്ക് ചേർത്ത് അരയ്ക്കാം. പിന്നെ ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് മുളകും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് രാത്രി ഒരു 9 മണിക്കാട്ടോ അരയ്ക്കണത്. ഞാൻ ഈ മാവെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5 മണിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴാട്ടോ ഉണ്ടാക്കുകയുള്ളൂ. കാരണം അധികം പുളിച്ചു പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഫ്രിഡ്ജിന് പുറത്ത് വയ്ക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ രാവിലെ ഞാനിത് എടുത്ത് വെച്ച് ഇനി അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പിടി മുരിങ്ങ ഇലയും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ച് കായത്തിൻ്റെ വെള്ളം കൂടി ഒഴിക്കും. പിന്നെ 1 കപ്പ് നാളികേരവും കൂടി ചേർത്തു കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കുറവ് പോലെ തോന്നിയത് കാരണം ആ കായം കലക്കിയ വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഒഴിക്കുകയാണ്. അത് അവരവരുടെ ഇഷ്ടം കേട്ടോ. കായത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിക്കാൻ കുഴപ്പമില്ല. ഞാനും കായത്തിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഏകദേശം ആ നാളികേരമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കല്ല് ചൂടായി കഴിഞ്ഞിട്ട് ഓരോ ദോശയായിട്ട് ഒരടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കണത്. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് നേരം വെന്ത് വരണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കാരണം പരിപ്പൊക്കെ അല്ലേ, നന്നായിട്ട് വെന്ത് വരണം, അതുകൊണ്ടാണ്. അപ്പോൾ 2 വശത്തും അതേപോലെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് വെന്ത് വരണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഓരോ ദോശയായിട്ട് അടയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറി എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങാ ചട്നി ആട്ടോ അരയ്ക്കാൻ പോണത്. സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഇതും പരിപ്പാണ്, സാമ്പാറിലും പരിപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ എൻ്റെ അടദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ അടദോശ ഉണ്ടാക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നാളെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.